എങ്ങനെയെങ്കിലും അവരെ സോപ്പിട്ട് കാര്യങ്ങൾ നേടിയെടുക്കണം. മണിക്കുട്ടുണ്ടോന്നൊരു പേര്. മണിക്കുട്ട ഞാനൊന്നും പറയില്ല. എല്ലായിടത്തും വലിയ പോലീസ്, ഇവിടെ മാത്രം മറ്റേ പൂച്ചക്കുട്ടി. വിളിക്ക്. രവി സാറേ, രവി സാറേ. ഭവ്യതയോടുകൂടി. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ്? നമസ്കാരം. അവരൊക്കെ ആയിട്ട് വീണ്ടും വേസ്റ്റ് ഇട്ടുന്ന കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? അയ്യോ സാറേ, നമ്മൾ അയലൊക്കെക്കാരാണല്ലേ. നമ്മൾ ഈ വീടിനകത്തോട്ട് വരണേല് സാറിന് വല്ല വിരോധം ഉണ്ടാ? വിരോധം അല്ല. മണിക്കുട്ടിയില്ലേ? മണിക്കുട്ടിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അയ്യോ, ഈ വീട്ടിൽ വരുന്ന ആൾക്കാരെ അകത്ത് വിളിച്ചിട്ട് സൽക്കരിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണോ രവി സാർ? അങ്ങനെയല്ല ഞങ്ങൾ കേട്ടിരിക്കുന്നത്. അതാണ്. അത് കുഴപ്പമില്ല. മിനി, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അതിന്റെ മര്യാദ നമ്മൾ കാണിക്കണം. നിനക്കറിയാല്, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോ ഭവ്യതയോടെ വലതുകാല് വെച്ച് നമുക്ക് കയറണം. കേട്ടാ? വൈ വലതുകാല്. വരുന്നു. മണി, മണി. സാറേ, ഭയങ്കര ഊക്കം വീടല്ലേ? ചുടുകട്ടയും താവൂക്കൊക്കെയാണെന്നാണ് തോന്നണത്. എല്ലാം ഉണ്ട്. ഇതിന്റെ മേശിരി ആര് സാറേ? മേശിരി ആരാണെന്ന് അറിഞ്ഞൂടാ. നമ്മളിത് ഒരാളുടെ ഇത് വാങ്ങിച്ചതാണ്. എന്നിട്ട് കുറച്ച് മെയിൻ്റെനൻസ് ചെയ്ത്. സാർ എത്ര മാന്യനായ മനുഷ്യനാണ്. ശത്രുക്കളുടെ പോലെ ഇരിക്കാൻ പറഞ്ഞു. എന്റെ അമ്മച്ചി, വീട്ടിൽ വന്ന ഒരാളോട് മക്കളെ ആ പുലിനട വീട്ടിന്റെ എല്ലാ ദേഷ്യവും മുഖത്ത് പറിച്ചു വെച്ചിട്ടുണ്ടല്ലേ? രണ്ട് മക്കളാണ്. ഇങ്ങ് വന്നൊരു കാര്യം പറയാം. മക്കളെ ആന്റി അല്ലേ വിളിക്കണത്? മക്കളെ, നമ്മളെ വീട്ടിൽ ഉണ്ടായതാണ്. ഭയങ്കര ഇനിപ്പാണ്. നമ്മള് ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു. നോക്ക്, ഞാനേ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വലിയ ചക്ക നോക്കി എടുത്തോണ്ട് വന്നാണ്. കൊറേ അഴിഞ്ഞതുണ്ടായിരുന്നു. അപ്പുറത്തെ സ്റ്റെല്ലയ്ക്ക് പറക്കി കൊടുത്ത് ഞാൻ. അല്ലേട്ടാ, നിങ്ങൾക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാം. കുടിക്കണേ? അയ്യോ, നിങ്ങൾ ജ്യൂസ് അടിച്ചു കുടിച്ചോ? അല്ല, എനിക്ക് ഒരുപാട് കുടിച്ചൂടെ. ഈ പഞ്ചായത്തിലെ ചെറിയ കുഴപ്പങ്ങളൊക്കെ തുടങ്ങി, അതുകൊണ്ടാണ്. അങ്ങനെ പറയരുത്. ഈ മാമി മനസ്സ് പറിച്ചു കൊണ്ടുവന്നതാണ് ഈ രണ്ട് ചക്ക. മനസ്സിലായി? അങ്ങനെ പറയരുതേ. മാമിയുടെ സ്നേഹമാണിത്. മക്കള് പിടി. വാങ്ങിച്ചോ. മാമിയുടെ സ്നേഹമാണ്. സാറിന് പിന്നെ നമ്മൾ വേറൊന്നുകൊണ്ട് തരാം. പിള്ളേരൊക്കെ ഉള്ളതേ ഉള്ളു. ഇവിടെ ഉണ്ട് ആവശ്യത്തിനൊക്കെ. അല്ല, മണി, അതാ ഞാൻ ചോദിക്കാൻ വന്നേ. ഓ, ധാരാ വന്നേ, നോക്കി വന്നേ. അത് പണിയാ അവിടെ. മണി, അയ്യോ, ഇതെന്തോന്ന് ആടി ഒളിഞ്ഞു വരണ പെണ്ണ് കാണാൻ വരും പോലെ. ഇപ്പോഴും ഞങ്ങളോട് വിരോധമാണല്ലേ? ആർക്ക് വിരോധം? വിരോധം നിങ്ങൾക്കല്ലേ. എന്ത് വന്നേ? ഞങ്ങൾ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നതാ. അയ്യോ, പിന്നെ ചേട്ടാ, ഇന്നലെ രാത്രി ഇന്നലെ രാത്രി നമ്മൾ കിടക്കാൻ സമയത്തും നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ട് കിടന്നത്. നമ്മൾ ഈ അയലോക്കത്തൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു കാര്യവും കിണക്കത്തിലും അങ്ങനെയൊക്കെ അങ്ങ് പോവാ. അതാണ് ഈ പുറത്തുച്ചക്കയും കൊണ്ട് വന്നത്. നല്ലതാക്കി കൊണ്ടുവന്നാണ്. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ അഴിവിയത് മുഴുവൻ ആ സ്റ്റെല്ല, നുണ പറയണ സ്റ്റെല്ലയില്ലേ, അവക്ക് പറക്കി കൊടുത്തായിരുന്നു. പിന്നെ എന്തായാലും നമുക്ക് ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും പരാതിയൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് പോവാം. ശരിയാണ്. നമ്മൾ ഈ മരമൊക്കെ മുറിപ്പിച്ച് തെറ്റായി പോയെന്ന് അവളെ രാത്രി പറഞ്ഞു. പിന്നെ വിളവടിപ്പിച്ച്, പിന്നെ ഈ ചവറിന്റെ വഴക്ക് പറയാൻ അതൊക്കെ കഴിഞ്ഞില്ലേ സാർ? ഓരോ സമയദോഷം സാറേ. മണിക്കുട്ടി, തെറ്റി ശരിയൊക്കെ എല്ലാവരുടെ ഭാഗത്തുണ്ടാവും. നമ്മളിപ്പോ അറിയാതെ അറിഞ്ഞുകൊണ്ടൊക്കെ തെറ്റൊക്കെ ചെയ്തു, ചെയ്യാതിരിക്കുന്നു. ഇനി അതൊന്നും വേണ്ട. നമ്മൾ എല്ലാവരും സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാം. അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ പോട്ടെ. മണി, നീ ചായ എടുക്കും. മണി, അങ്ങനെ ഞാൻ വരണടുത്ത് ഈ മിനി ഉള്ളടുത്ത് ഈ മണിക്കുട്ടി ചായ ഇടാൻ സമ്മതിക്കും? ഞാൻ ചായ ഇടാം. എവിടെയാ മണിക്കുട്ടി അടുക്കള? സാറേ, ഈ വീട് കണ്ടപ്പോ എനിക്ക് മേലെ സൈഡിൽ വെട്ടുകല്ലാണോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് മേലെ പോയി. ഇത് നല്ല കിച്ചൺ. ചായ പാത്രം എവിടെ? അയ്യോ, ഞാൻ ചായ ഉണ്ടാക്കാം. കുഴപ്പമില്ല. വേണ്ട, ഞാൻ ചായ ഉണ്ടാക്കി കൊള്ളാം. ഞാൻ ഈ അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അതൊന്നും അല്ല. എന്നാ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാമല്ലോ. ഇതിൽ പാല് നിറച്ച് വെച്ചിരിക്കുകയാണല്ലോ. കൊച്ചിന് വേണ്ടി തിളപ്പിച്ച് വെച്ചിരുന്നു. ആണോ? ഇവിടെ മക്കളെ, പിങ്കി റിങ്കി. പിങ്കി
ആ പിങ്കി എപ്പോഴും ആന്റിക്ക് ഡൗട്ടാണ്. എന്തെന്നറിയോ, രണ്ടുപേരും കാണാൻ ക്യൂട്ട് ബേബീസ് അല്ലേ, അതുകൊണ്ടാ. മക്കൾക്ക് ആന്റിയോട് എന്തേലും ദേഷ്യമുണ്ടോ? അല്ല, ഇല്ല, ഉണ്ടാവില്ലെന്ന് ആന്റിക്ക് അറിയാം. കാരണം എപ്പോ ആന്റി ഇവിടെ വന്നാലും രണ്ടുപേരും ആന്റിയോട് ഭയങ്കര സ്നേഹമായിരിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ മോള്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ, സാധാരണ നമ്മൾ എപ്പോഴും ആദ്യം ദേഷ്യപ്പെട്ടിട്ട് പിന്നെ കാണിക്കുന്ന സ്നേഹമാണ് നിലനിൽക്കുള്ളൂ. ഈ ചിലര് കണ്ടിട്ടില്ലേ, ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും, പിന്നെ ഭയങ്കര ദേഷ്യവും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും. ആന്റി ആ കാറ്റഗറിയേ അല്ല. പിന്നെ മണിക്കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. പിന്നില്ലേ, ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാവേ. അതായത് പിന്നെ നമ്മള് പ്രായത്തിൽ ഞാൻ ചെറുപ്പമാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് വിളിക്കുന്നതല്ലേ ബെറ്റർ. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞാൻ മണിക്കുട്ടി എന്ന് എന്നെയും മിനിയെന്ന് വിളിച്ചാ മതി. മണിക്കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. മിനിമോള് പറ. ഓ, ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യം തന്നെയാണെന്നല്ലേ? ഞാനൊരു കാര്യം പറയാം. എനിക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യവും ഇല്ലായിരുന്നു. എങ്ങനെ ദേഷ്യം വന്നത് അറിയാവോ? നിങ്ങൾ ഈ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നപ്പോ മെയിൻ്റെനൻസ് പരിപാടിക്ക് വന്നില്ലേ, അപ്പൊ നിങ്ങൾ അപ്പുറത്തുള്ളവരടുത്തും ഇപ്പുറത്തുള്ളവരടുത്തും ഒക്കെ സംസാരിച്ചു. അയൽക്കാരെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അതിന് നിങ്ങളോട് മിണ്ടാൻ വന്നപ്പോ നിങ്ങൾ മുഖം വെട്ടിട്ട് ഒരു പോക്കായിരുന്നില്ലേ? അത് പിന്നെ അതെനിക്ക് വിഷമമായില്ല. പക്ഷെ അതിനേക്കാളും എനിക്ക് വിഷമമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ലൈറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചില്ലായിരുന്നു. അന്ന് നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവോ? എന്ത്? അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അയ്യോ, അത് മമ്മി അല്ല, പിന്നെ വിഷമം കൊണ്ട്. അപ്പൊ ആ ദേഷ്യമായിരിക്കും ഇവിടെ മരം മുറിക്കാൻ വന്ന് തീർത്തതും പിന്നെ ആ ചവറ നമ്മൾ അപ്പുറത്തിട്ടെന്നൊക്കെ വന്ന് ഇങ്ങനെ കള്ളം പറഞ്ഞല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉണ്ട കണ്ണുള്ള പെണ്ണ് ചാടി കയറി വന്ന് ഈ ഇളിച്ചോണ്ട് നടക്കാറില്ല. അതാര്? അത് ഞങ്ങളെ അപ്പച്ചി. ഓ, അവളെ കെട്ടിച്ചു വിട്ടേ നീ? വിട്ടു എന്നല്ലേ? അതെല്ലാം പോട്ടെ. ഇപ്പൊ നമ്മളെല്ലാം ഭയങ്കര സ്നേഹവും കൂട്ടും ഒക്കെ ആയി. ഇനി നിങ്ങളെ എല്ലാരും കൂടെ എന്റെ വീട്ടിൽ വരണം. ഞങ്ങള് വരുമ്പോ മണിക്കുട്ടമാമനും കൂടി വിളിക്കാം. മണിക്കുട്ടമാമന് ബുദ്ധിമുട്ടാവില്ലേ? മാമന് ബുദ്ധിമുട്ടൊന്നും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അതൊന്നും വേണ്ട, നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് വന്നാ മതി. അയ്യോ, കൈപ്പൊള്ളി! അയ്യോ, എന്റെ കൈപ്പൊള്ളി! ചന്ദ്രേട്ടാ, ഓടിവാ, ഓടിവാ! അയ്യോ, ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താ പോരെ? ചന്ദ്രേട്ടനൊക്കെ വിളിക്കണേ. ചന്ദ്രേട്ടൻ വന്നാലേ ഈ പ്രശ്നം തീരുള്ളൂ. ചന്ദ്രേട്ടാ! അയ്യോ മാമി, കൈ പൊള്ളിയോ? കുറച്ച് കാര്യമായി പോയി. ചന്ദ്രേട്ടാ, അയ്യോ, നീ ഒന്നും ചെയ്യല്ലേ. ചന്ദ്രേട്ടൻ നോക്ക് നോക്ക് നോക്ക്, എന്റെ കൈ പൊള്ളി. ചന്ദ്രേട്ടാ, കൈ പൊള്ളിയതാ. ഞാൻ വിചാരിച്ച് എവിടെ തന്നെ അടിച്ചെന്നു. ഇത് സാരമല്ല, ഇത് പോവും, അടിക്കണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ചന്ദ്രേട്ടൻ വന്നാ പോവെന്നല്ലേ? വേറെ നീ കൊറേ നേരം ആയല്ലോ ആലോചന തുടങ്ങിട്ട്. എടി, നമ്മൾ നേരത്തെ കണ്ടത് സ്വപ്നം അതാ യാഥാർത്ഥ്യോ? ഞാനും ഇപ്പൊ അത് ആലോചിച്ചേട്ടാ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒട്ടും പറ്റുള്ളൂ. ആ ചന്ദ്രപിള്ള പോലീസില്ലേ, അങ്ങേരെ കുഴപ്പമില്ല, പാവമാണ്. പക്ഷേ ആ മിനി അവര് ശരിയല്ല, എന്തോ കുഴപ്പമുണ്ട്. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? എന്താണ് രണ്ടും കൂടെ മാറി നിന്നൊരു ഗൂഢാലോചന? അല്ലേ അമ്മ, അവര് കൈത ചക്ക കൊണ്ടുവരണം, അമ്മയെ കയറി അടുക്കളയിൽ സഹായിക്കണം, ചായ ഇട്ട് തരണം, അങ്ങനെ ചെയ്ത കുറ്റങ്ങളൊക്കെ ഏറ്റു പറയണം. ഇതൊക്കെ ചെയ്യണം. അമ്മ കൈതച്ചക്ക കഴിച്ചായിരുന്നാ? ഇവിടെ ആരും കഴിച്ചില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല, കഴിച്ചില്ല. നന്നായി. മക്കളെ, കൈതച്ചക്ക കണ്ട സൂപ്പർ സാധനമാണ്. കണ്ടാലേ അറിയാം നാടൻ ചക്ക. നമ്മുടെ വീട്ടിൽ പണ്ട് ആ പാറയുടെ ഇടയിലേക്ക് ഉണ്ടാവും. വിളഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ നല്ല മധുരമാണ്, തേൻ പോലെ ഇരിക്കും. എന്തായാലും ഞാൻ ആ ചക്ക കഴിക്കാൻ പോണില്ല. എനിക്ക് ഇന്നലെ രാത്രി തൊണ്ടയ്ക്ക് ഭയങ്കര ചൊറിച്ചില്. പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞാലേ അലർജി വരും. അങ്ങനെ അമ്മ മാത്രം ഇപ്പൊ രക്ഷപ്പെടണ്ട, കഴിക്കുകയാണെങ്കിൽ എല്ലാരും കഴിക്കണം. എന്ത്? അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായ? എന്താ? അവർ ഇത്രയും നല്ല ചക്ക കൊണ്ടുവരാൻ കാര്യം അവർ പൊതുവെ എന്നെ പറ്റി ഒന്ന് അന്വേഷിച്ച് കാണും. ബാങ്കിൽ വന്ന് കാണും, അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെ ഇറങ്ങിയപ്പോ ഒന്ന് അന്വേഷിച്ച് കാണും. എന്തോന്നു? അപ്പൊ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് കേട്ടപ്പോ എന്നാ അയലോകക്കാരനല്ലേ, ഒന്ന് സ്നേഹമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് സ്നേഹത്തോട് കൂടി കൊണ്ടുവന്നതാണ് നല്ല സാധനം. എന്ത് ഇങ്ങനെ നോക്കണേ? പൊതുവെ പുറത്ത് എന്നെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. അല്ല, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്.
ഞാൻ ഇന്നാള് ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്തെ ഓട്ടോമാവന്മാരെല്ലാം കൂടെ എന്തോ ഒരു കാര്യം ഇങ്ങനെ കുശു കുശു എന്ന് പറയാനായിട്ട്. ഇത് മക്കള് പറഞ്ഞു. ആ എന്തിനാന്നറിയാവോ, പാറാവിളി വീട്ടിൽ രവി അണ്ണനില്ലേ ഭയങ്കര വാവോ. ആ മുഖ്യമന്ത്രി പ്രസ് മീറ്റിംഗിലും പറഞ്ഞായിരുന്നു. പാറാള വീട്ടിലെ രവീന്ദ്രൻ ഭയങ്കര പാവമാണ്. ഇത് തന്നെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞത്. മേരെ പ്യാരെ ദേശവാസിയോ, പാറ വീട്ടിലെ രവീന്ദ്ര അയ്യോ പറഞ്ഞല്ലേ അച്ഛാ, എവിടെ പോണു പൊങ്ങി പൊങ്ങി ഇങ്ങ് വാ അച്ഛാ. ഇങ്ങനെയൊന്നും പോകില്ല. ഏ, പേടിച്ചുപോയി. ചോയാ, എന്തിനാ പേടിക്കണത്? ഞാൻ മിനിക്കുട്ടിയല്ലേ. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് പ്രതീക്ഷ. അത് പ്രതീക്ഷയില്ല, അത് എന്റെ തെറ്റായി പോയി. ഞാനിവിടെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അകത്ത് വരാം. ഓക്കേ? മണിക്കുട്ടി, ഞാൻ വന്നു. നിന്നൊക്കെ കറി വെച്ചത് മീനുണ്ടോ? ഇല്ല, മീനൊന്നും വാങ്ങിച്ചില്ല. ഇന്നലത്തെ മീൻകറി ബാക്കി ഇരിപ്പുണ്ട്. ഇപ്പൊ മീനൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, ഭയങ്കര വില. ഒരു ദിവസം ഞാൻ വലിയ ചൂര വാങ്ങിച്ചോണ്ട് വന്ന് നല്ല ഉപ്പും പുളിയോ ഒക്കെ ഇട്ട് വറ്റിച്ച് വെച്ച് ഞാൻ എന്റെ മണിക്കുട്ടിക്ക് തരും. അത് മാത്രല്ല, ഈ അച്ചാർ ഇഷ്ടമാണ്, ചൂരച്ചാറ്. ചൂരച്ചാറ് വെക്കാൻ മിടുക്കിയാണ്, ഞാൻ അച്ചാറ് വെച്ച് കൊണ്ടുവരാം. പിന്നെ നഖത്തിൽ അഴുക്കെടുക്കില്ലേ, ഭയങ്കര പുളി. മിനിമാമി വന്നോ? ഞാൻ വിചാരിച്ചു എന്ത് ഇപ്പൊ വരുമെന്ന്. ആണോ? കണ്ട 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 മണിക്കുട്ടി, ഇപ്പൊ മനസ്സിലായില്ലേ ഈ റിങ്കി മോളും ഈ മാമിയും തമ്മിലുള്ള ആത്മബന്ധം. റിങ്കി ഞാൻ പിങ്കി. രണ്ടും ഒരുപോലെ തന്നെ, എനിക്ക് രണ്ടും ഗുസ്തിക്കാരി മോളാ ഇത്. അല്ല അല്ല, എന്തോന്നോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാമെന്ന കാര്യം ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ പൈനാപ്പിൾ കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് 2-3 പൈനാപ്പിളും കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് വിചാരിക്കത്തില്ലേ. സത്യമായിട്ട് ഞാൻ ഒരു കാര്യം സാധിക്കാനല്ല 2 പൈനാപ്പിളും ഞാനും എന്റെ ചേട്ടനുമായിട്ട് വന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. മറ്റേ കാര്യം പറയട്ടെ. പറ പറ പറ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് വിഷമാവും. എന്നാ പറയണ്ട. അയ്യോ, അങ്ങനെ പറയാതിരുന്ന പിന്നെ എനിക്ക് വിഷമാവൂലേ. പറയട്ടെ. അതായത് മണിക്കുട്ടി, മണിമോളെ, ഞാനേ നേരത്തെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ അത് പറയാതെ എനിക്ക് മനസ്സിലായി. ആ പുറത്ത് ചക്ക തിരിച്ചു വേണമായിരിക്കും അല്ലേ? കൈതച്ചക്ക നേരത്തെ കൊണ്ടുവന്ന് അത് ഇവിടെ വരുമ്പോണ്ട് ഞങ്ങൾ ആരും തൊട്ടിട്ടില്ല. എടുത്തു നോക്കും. അതെന്റെ മനസ്സ് തട്ടി ഞാൻ കൊണ്ടുവന്നതല്ലേ, അതെങ്ങനെ പറയല്ലേ. സാറേ നമസ്കാരം. മിനിമോള് വീണ്ടും വന്നു. കണ്ടല്ലേ, എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹം കണ്ടോ. എന്നാ ഞാൻ വന്ന കാര്യം പറയട്ടെ. അതെ സാറേ, ഞാനും ചേട്ടനും കൂടെ നേരത്തെ വന്നതേ. പിന്നെ വന്നതേ ഒരു കാര്യം പറയണോ? പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയുള്ളൂ. എന്നാ പിന്നെ ഞാൻ പറയാം. അത് അവിടെ പോയാ മതി. ഒരുപാട് ബാത്റൂമുണ്ട്, എല്ലാ ബെഡ്റൂമിലും ഉണ്ട്. അതല്ല, പിന്നെ എനിക്ക് ഇത് വേണ്ട. എനിക്ക് 50,000 മതി. ഇനി കൂടുതൽ കൊണ്ടുവെക്കോ പറഞ്ഞാലും ഞാൻ കൊണ്ടുപോയില്ല. എനിക്ക് 1 ലക്ഷം വേണ്ട, എനിക്ക് 50,000 മതി. 50,000 മതി. ഓ, ലോണ് വേണം അല്ലേ? ഇവിടെ ലോണ് കിട്ടൂല, അത് അച്ഛന്റെ ബാങ്കിൽ പോണം. ഇതാണല്ലേ കൈതച്ചക്കയായിട്ടൊക്കെ വന്നത്. അതെന്റെ മനസ്സിൽ തട്ടി കൊണ്ടുവന്നല്ലേ ഞാൻ. അതല്ല, എനിക്ക് അത് കിട്ടിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്തോന്ന്, എന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു 50,000 രൂപ തന്നാ മതി, ഞാൻ പൊക്കോളാം. 50,000 തന്ന ഞാൻ ഓടം പൊക്കോളാം. മിനിക്കുട്ടി ശേഷം മാറിപ്പോണല്ലോ. മണിക്കുട്ടി നഖം കടിക്കല്ലേ, വിട്. ഇല്ല, തരുവോ? ഞങ്ങളൊന്ന് ചന്ദ്രൻ പോലീസ് മാമനായിരിക്കും. ഈ ടൈമിംഗ് അനുസരിച്ച് പുള്ളി ആവനേ ഉള്ളു സാധ്യത. മനസ്സിലായി ഞങ്ങൾക്ക്. നോക്കിട്ട് വരാവേ. ഇത് തന്നെ കാര്യം, പോണ്ട ആവശ്യമില്ല. ആദ്യം എന്നെ പറഞ്ഞു വിട്ട്. മനസ്സിലായി. ഇരിക്കണം ചന്ദ്ര സാറേ. വിളിച്ചിരുന്നു, ഞാൻ ഇവിടെ തന്നോളാം. കാര്യങ്ങളൊക്കെ പറഞ്ഞാ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നോളാം, കുഴപ്പമില്ല. രവി സാറേ, എനിക്ക് പെട്ടെന്ന്
ഒരാവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്നത്. എല്ലാം പറഞ്ഞില്ലേ? എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യത്തിന് കുറച്ച് പൈസ കടം വാങ്ങിച്ചു, അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. ചേട്ടൻ ഇങ്ങനത്തെ കാര്യം ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വലിയ അഭിമാനിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടൻ എന്നെ ഏൽപ്പിച്ച് ഇടാറുള്ളത്. അത് ഞാൻ ശീലമാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മിനി പറഞ്ഞത് ശരിയാണ്. ഈ പറഞ്ഞു വരുമ്പം നിങ്ങൾ പുലിനട വീട്ടുകാരുടെ അത്ര അഭിമാനമൊന്നും ഇല്ലെങ്കിലും പാണാങ്കര വീട്ടുകാരും അഭിമാനത്തിൽ മോശക്കാരൊന്നുമല്ല. എന്റെ തറവാടാണ് പാണാങ്കര വീട്. അവിടുത്തെ നാണപ്പിള്ള, അതാണ് എന്റെ അച്ഛൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വലിയ എഴുത്തുകാരനായിരുന്നു. ഓ, അങ്കിളിന്റെ അച്ഛൻ നോവലിസ്റ്റ് ആയിരുന്നല്ലേ? അയ്യേ, നോവലിസ്റ്റും കഥാകൃത്വം അല്ല, ഈ ആധാരം എഴുത്തിന്റെ ആളാണ്. വെണ്ടർ നാണുപിള്ള. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അയ്യോ, അച്ഛൻ ചത്തിട്ട് കുറെ കാലമായില്ലേ. ഇപ്പൊ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾക്ക് അറിയാലോ മൺചേച്ചി, ഇന്നാള് വന്നപ്പോ പറഞ്ഞായിരുന്നു ചേട്ടനെ എങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് ഇപ്പൊ സസ്പെൻഷനിലാണ്. അത് മാത്രല്ല, കുറെ കാലമായി സസ്പെൻഷനിലായിട്ട്. വീട്ടിലെ ചെലവൊക്കെ കഴിയണ്ടേ, അതിന് വേണ്ടിയിട്ട് കൂടെ ജോലി ചെയ്ത ഒരാളെന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ഇപ്പൊ അയാൾ ഏടി പിടിയെന്നും പറഞ്ഞിട്ട് ആ പൈസ തിരിച്ചു ചോദിക്കണം. നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റൂ? നമ്മളെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. സസ്പെൻഷനായിട്ട് എത്ര കാലമായി? സസ്പെൻഷനായിട്ട് ഏകദേശം ഈ കന്നിയൊക്കെ ആവുമ്പോ ഒരു 3 വർഷമാവും അല്ലേ ഏട്ടാ? 3 വർഷം. അപ്പൊ കോടതിയിൽ കേസൊക്കെ ആയി കാണുമല്ലോ. കേസൊക്കെ നടക്കണ അതിന്നൊക്കെ ഊരി വരും. കാരണം ചേട്ടന് വലിയ പിടിപാടാണ് കള്ളന്മാരുമായിട്ട്, അല്ല പോലീസുകാരുമായിട്ടേ ഭയങ്കര പിടിപാടാണ്. പിന്നെ അത് ഈ മനുഷ്യന്റെ സ്വഭാവത്തിനെ കുറിച്ച് ഞാൻ പറയാതിരിക്കുകയാണ് ഭേദം. ഈ മനുഷ്യന് 2 സഹോദരിമാരുണ്ട്. ഈ 2 സഹോദരിമാരെയും പൊന്നെ ചക്കരയെ പാലേ എന്നൊക്കെ പറഞ്ഞ് 100-150 പവന്റെ സ്വർണം വാരിയിട്ട് അവരങ്ങ് ഇറക്കി വിട്ട്. എന്നിട്ട് അതും പോട്ട്, അത് സ്വന്തം സഹോദരിമാരല്ലേന്ന് ആരെങ്കിലും വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് കരഞ്ഞ് എനിക്ക് ഗതികേടാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ ഇരിക്കണ എന്തെങ്കിലുമൊക്കെ നുള്ളി പറക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഈ മനുഷ്യന്റെ സ്വഭാവം. ഞാൻ കൊടുക്കും. ചേട്ടാ 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 കരയല്ലേ ചേട്ടാ. ചേട്ടൻ കരയാതെ ഇരി. ആര് പറഞ്ഞു നമ്മുടെ ഈ സാറ് പൈസ തരൂലെന്ന്? സാറ് പൈസ തരും. കരയാതെ. എന്റെ പൈസ ഒന്നും ഇല്ല. ഉണ്ട്, സാറിന്റെ പൈസ ഉണ്ട്. സാറിന്റെ ഇല്ലെങ്കിൽ ഭാർഗവം പിള്ളേരെ മോളിരിക്കുന്നത് മോള് തരും. അയ്യോ, എന്റെ പൈസ ഒരു കാര്യം ചെയ്യും, പണമായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്വർണ്ണം ആയാലും മതിയല്ലേ ഏട്ടാ? സ്വർണ്ണം ഉണ്ട്. കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വർണ്ണം ഉണ്ട് 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 ഉണ്ടെന്ന്. സ്വർണ്ണം മതി ചേച്ചി, സ്വർണ്ണം മതി. പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. ഒരു 3 പവനെങ്കിലും കിട്ടിയാൽ നമ്മളെ കാര്യം നടക്കും. 5 പവൻ കാണും ചേട്ടൻ 3-ൽ പിടിക്കണത്. ചേച്ചി പോയി എടുത്തിട്ട് വാ. തറവാട്ടി പറഞ്ഞ കൊച്ചാണ്, അതിന്റെ മനസ്സലിഞ്ഞെന്ന് തോന്നണം. ചേട്ടന് മനസ്സിലായ? ഇതേപോലെ തറവാട്ടി പറഞ്ഞ ഒരേ ഒരാളെ ഇതാ ഈ വീട്ടിലുണ്ട്. അതാണ്ട് ഈ മണിക്കുട്ടിയാണ് എന്റെ മണിക്കുട്ടി. മണിക്കുട്ടി എണീച്ച് ഇനി വെറുതെ സംസാരിച്ച് നിന്നാ പറ്റത്തില്ല. ഞാൻ തന്നെ എടുത്ത് കടപ്പോ. ഞാൻ വരണോ? പെട്ടെന്ന് വരണോ? ഞാൻ വന്നോളാം. ഇത് പെട്ടെന്നൊക്കെ എടുത്ത് തരുമല്ലോ അല്ലേ? പിന്നെ പെട്ടെന്ന് എടുത്ത് തരും ചേട്ടാ. അതെ, ഞങ്ങളുടെ കയ്യില് പൈസ ഇല്ലാഞ്ഞിട്ടാണ്. അയ്യോ, സാറിന്റെ ഇല്ലെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഗുസ്തി മോള് നിൽക്കണം. ഗുസ്തി മോള് രാവിലെ ഗുസ്തി കളിക്കാൻ പോണത് ആന്റി കാണാറുണ്ട്. ഗുസ്തി മോളെ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ലേ? ഒരു 40,000. 40 മതി. 40 ആന്റിക്ക് മതി. ബാക്കിയുള്ളത് അമ്മ എടുക്കാൻ പോയിട്ടുണ്ടല്ലോ. അങ്ങനല്ല, ഒരു 40,000 രൂപ ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് കടം കൊടുത്തു അന്ന് സർജറിക്ക് ഹോസ്പിറ്റലിൽ കിടന്നു. അവളുടെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് ഞഞ്ഞായിരിക്കണം, ഇങ്ങനെ തന്നെ ചെയ്യണം. കഷ്ടം. മുക്കാണിത്. മുക്കൊന്നുമില്ല, എന്റെ അമ്മയുടെ മാലയാണിത്. അയ്യോ, ഇതൊക്കെ മുക്കാണെന്ന് എന്തോന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പണയണ്ട. വാ, ഇത്ര നേരം വായെന്ന് അനങ്ങിയില്ലല്ലോ. ബാക്കിയൊക്കെ പിന്നെ പറയാം. അതെ, ഒടിക്കല്ലേ, സൂക്ഷിച്ചു വെക്കണേ. പണയം വയ്ക്കുമ്പോ പെട്ടിയിലാക്കിയിട്ട്. മാല പോയി, ഇനി അത് കിട്ടൂല. എടി കിട്ടും. ഒരു അത്യാവശ്യം അയലൊക്കെ കാര്യമില്ലേ, ഒരു അത്യാവശ്യം വാങ്ങിച്ചല്ലേ. കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു മാല വാങ്ങിച്ചൊന്നുമില്ല ഇതുവരെ. വാവിട്ട വാക്കും പണയം വെക്കാൻ കൊടുത്ത സ്വർണ്ണവും രണ്ടും തിരിച്ചിട്ടോന്ന് തോന്നണല്ലോ.